ഹായ്, വെൽക്കം ടു സീമാസ് ക്രിയേറ്റീവ് ലിവിംഗ്. ഇന്ന് നമ്മളൊരു പഴയകാല ഫോട്ടോ ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. ഇതിനായി നമുക്ക് കട്ടിയുള്ള കാർഡ്ബോർഡ് അല്ല ഹാർഡ് ബോർഡ്, പിന്നെ ആക്രിലിക് വാൾ പുട്ടി, ഇത് രണ്ടും മെയിനായിട്ട് ആവശ്യമുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോജക്റ്റാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പടമാണ്. ഹാർഡ് ബോർഡ് മുറിച്ച് വാങ്ങിക്കുമ്പോൾ പടത്തിനെക്കാട്ടിലും 3 സെൻറ്റിമീറ്റർ 4 വശത്തും കൂട്ടിയിടണം. ഇത് അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടിയോ കുറച്ചോ വെക്കാം. റഫായിട്ടുള്ള സൈഡിലാണ് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നത്. ഫോട്ടോ ഹാർഡ് ബോർഡിൻ്റെ നടുക്ക് വെച്ചിട്ട് അതിന് ചുറ്റും പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത ഹാർഡ് ബോർഡ് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് വരച്ച ലൈനിൽ കൂടെ 4 വശത്തും ഒട്ടിക്കണം, ഈ കാണുന്നത് പോലെ. ആക്രിലിക് വാൾ പുട്ടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഹാർഡ് ബോർഡിൽ കുറച്ച് കട്ടിക്ക് ഒരു 2-3 മില്ലിമീറ്റർ ഒരു സൈഡ് തേച്ചിട്ട് ഫോക്ക് കൊണ്ട് ഡിസൈൻ ഇട്ട് കഴിഞ്ഞ് വേണം അടുത്ത സൈഡ് ചെയ്യാൻ. ഞാൻ എളുപ്പമുള്ള ഡിസൈനാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഇതാണ് ടെക്സ്ചേർഡ് ആർട്ട്. നാല് വശവും വരച്ചു കഴിഞ്ഞാലുടൻ മാസ്കിംഗ് ടേപ്പ് സൂക്ഷിച്ച് എടുത്ത് മാറ്റണം. വാൾ പുട്ടി നല്ലതുപോലെ ഉണങ്ങണം. ഒരു 3-4 മണിക്കൂർ ഉണങ്ങുന്നതാണ് നല്ലത്. ഉണങ്ങിക്കഴിഞ്ഞ് ഒരു തുണി കൊണ്ട് പൊടിയെല്ലാം തുടച്ച് കളയണം. ആക്രിലിക് പെയിന്റ് കൊണ്ട് ചുറ്റിനും പെയിന്റ് ചെയ്യണം. കറുത്ത പെയിന്റ് നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഗോൾഡ് പെയിന്റ് ചെയ്യും. ഗോൾഡ് പെയിന്റ് ചെയ്യാൻ ഗോൾഡ് പൗഡറും ക്ലിയർ വാർണിഷും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഡ്രൈ സ്ട്രോക്ക് ടെക്നിക് യൂസ് ചെയ്ത് വേണം പെയിന്റ് ചെയ്യാൻ. ആക്രിലിക് ഗോൾഡ് പെയിന്റ് യൂസ് ചെയ്യാം. നമ്മൾ ഗോൾഡ് കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്യുന്നില്ല, ഒരു ഡ്രൈ സ്ട്രോക്ക് ആയിട്ട് അവിടെ ഇവിടെയൊക്കെയാണ് കൊടുക്കുന്നത്. ഈ പെയിന്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഗോൾഡ് പെയിന്റ് ഉണങ്ങിക്കഴിഞ്ഞ് ആക്രിലിക് വാർണിഷ് ഒരു പഞ്ഞിയിൽ മുക്കി ആ ഗോൾഡ് പെയിന്റ് അടിച്ചതിൻ്റെ പുറത്തൂടെ ഒരു കോട്ട് ചെയ്യണം. ഇതൊരു നല്ല ഷൈൻ കൊടുക്കും, ഒരു പ്രൊട്ടക്ഷനും കൂടെ. ഫോട്ടോ ഫെവിക്കോൾ എസ്എച്ച് യൂസ് ചെയ്ത് നടുക്ക് ഒട്ടിക്കണം. വെയിറ്റുള്ള ബുക്ക് ഫോട്ടോ കവർ ചെയ്യുന്ന പോലെ വെക്കണം, നല്ലതുപോലെ ഉണങ്ങട്ടെ. ഭിത്തിയിൽ ആണി അടിക്കാതെ ഗ്ലൂ ടാക്ക് യൂസ് ചെയ്ത് ഒട്ടിച്ചു.
ഇപ്പോൾ നിങ്ങളുടെ പഴയകാല ഫോട്ടോ ഫ്രെയിം തയ്യാറായി. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ പ്രോജക്റ്റ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്കും ഇത് വീട്ടിൽ പരീക്ഷിക്കാവുന്ന